ഏവർക്കും GK സ്ലൈസസ് കറണ്ട് അഫയേഴ്സ് ക്യൂസിലേക്ക് സ്വാഗതം. നവംബർ മാസത്തിലെ പ്രധാന പത്രവാർത്തകൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പൊതുവിജ്ഞാന പ്രശ്നോത്തരിയാണിത്. നവംബർ മാസത്തിലെ വേർഡ് ക്ലൗഡും ഇതിൽ പരിചയപ്പെടുത്തുന്നു. കിളികാലം ആരുടെ ആത്മകഥയാണ്? നിഴലുറങ്ങുന്ന വഴികൾ എന്ന ഇവരുടെ കൃതിക്ക് 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. ഒരു ക്ലൂ കൂടെയുണ്ട്. രാംബു കാര്യാട്ടിന്റെ നെല്ല് എന്ന സിനിമ ഇവരുടെ കൃതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പി വത്സല. 2023 നവംബർ 21 പി വത്സല അന്തരിച്ചു. 2021 എഴുത്തച്ഛൻ അവാർഡ് ഇവർ നേടിയിരുന്നു. 17 നോവലുകളും 25 ചെറുകഥകളും പി വത്സല എഴുതിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിച്ചാങ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ചെന്നൈ തീരപ്രദേശത്ത് നിന്നും അനേകം ആളുകളെ ഒഴിപ്പിച്ചു. ചെറിയ തരത്തിലുള്ള ആൾനാശവും ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ഈ കൊടുങ്കാറ്റിന് ഈ പേര് നൽകിയ രാജ്യം ഏത്? മ്യാൻമർ. സഹിഷ്ണുതയെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്ന പദമാണ് മീച്ചാങ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം വ്യാഴമായിരുന്നു. നാച്ചുറൽ സാറ്റലൈറ്റ്സ്. ഇപ്പോൾ ഈ റെക്കോർഡ് വ്യാഴത്തിന് നഷ്ടമായിരിക്കുകയാണ്. പുതിയ റെക്കോർഡുമായി നിൽക്കുന്ന ഗ്രഹം ഏത്? ശനിയുടെ പുതിയ 62 ഉപഗ്രഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആകെ 145 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ ലോകകപ്പ് കിരീടം ചൂടി. സർദാർ പട്ടേൽ സ്റ്റേഡിയമാണ് പുതുക്കി പണിത് നരേന്ദ്രമോദി സ്റ്റേഡിയം ആക്കി മാറ്റിയത്. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പദവി ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിനാണ്. ചോദ്യം ഇതാണ്: ഇതിനു മുൻപ് ഏത് സ്റ്റേഡിയമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? മെൽബോൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇൻ ഓസ്ട്രേലിയ. ഇതിന്റെ കപ്പാസിറ്റി 1,24,000. എന്നാൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇതിനെ മൊറ്റെറ സ്റ്റേഡിയം എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 1,32,000 ആണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ 81ാമത് ജന്മദിനം ആഘോഷിച്ച വാർത്ത പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇതോടെ അമേരിക്കയുടെ ഏറ്റവും പ്രായമേറിയ പ്രസിഡന്റായി ജോ ബൈഡൻ മാറി. പ്രസിഡന്റ് പദം ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും പ്രായമേറിയ തൊട്ടടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഡൊണാൾഡ് ട്രംപ്. 70 വയസ്സായിരുന്നു അദ്ദേഹത്തിന് 2017. ഡൊണാൾഡ് റീഗൻ മറ്റൊരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹമാണ് തൊട്ടുപുറകിൽ. 1980 അദ്ദേഹത്തിന് 69 വയസ്സായിരുന്നു. Both President Joe Biden and former President Donald Trump set the record for the oldest elected president during their respective terms. GK സ്ലൈസസിലെ മുഖ്യ ആകർഷണമായ വേർഡ് ക്ലൗഡ് ആണ്. നവംബർ മാസത്തിൽ ലോകം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ വാക്കുകളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. വേർഡ് ക്ലൗഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഹെഡ്ലൈൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഹെഡ്ലൈൻസ് ലഭിക്കുന്നതിനായി ഇതോടൊപ്പം നൽകിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. വേർഡ് ക്ലൗഡ് നവംബർ. ചുറ്റുമുള്ള ദ്വീപുകൾ ഒഴിവാക്കിയാൽ യൂറോപ്പിന്റെ
തുടർച്ചയായ പ്രധാന ഭൂപ്രദേശമാണ് മെയിൻലാൻഡ് യൂറോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയിൻലാൻഡ് യൂറോപ്പിലെ ഒരേയൊരു സജീവ അഗ്നിപർവ്വതത്തിന്റെ പേരെന്താണ്? വെസൂവിയസ്, ഇറ്റലി. ലോകത്തിലെ ഏറ്റവും അപകടകരമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് വെസൂവിയസ് പർവ്വതം. ഏകദേശം 3 ലക്ഷം വർഷം പഴക്കം ഇതിനുണ്ട്. AD 79 വെസൂവിയസ് പൊട്ടിത്തെറിച്ചത് മൂലം പുരാതന റോമൻ നഗരങ്ങളായ പോംപെയെയും ഹെർക്കുലേനിയെയും നാമാവശേഷമായി. പോംപെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു സൈറ്റുകളിൽ ഒന്നാണ്. കൂടാതെ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഒന്നാണ്. ഇനി ഒരു സംഗീത മാഗസിനെ പരിചയപ്പെടാം. 1923 മുതൽ അച്ചടിക്കുന്ന ശാസ്ത്രീയ സംഗീത മാഗസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പേര് ഗ്രാമഫോൺ. ക്ലാസിക്കൽ സംഗീത ലോകത്തെ നിരൂപണങ്ങളാണ് ഇതിന്റെ മുഖ്യ ചർച്ചാ വിഷയം. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? യുണൈറ്റഡ് കിങ്ഡം. It was found in 1923 by the Scottish author Compton Mackenzie, who continued to edit the magazine until 1961. It was acquired by Haymarket in 1999. In 2013, the Mark Allen Group became the publisher. ഡൊമിനിക്ക ലോകത്തിലെ ആദ്യത്തെ സമുദ്ര സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ പ്രദേശം ഇങ്ങനെ റിസർവ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുള്ളത്? വേൾഡ്സ് ഫസ്റ്റ് മറൈൻ റിസർവ് ഫോർ സ്പേം വെയിൽസ്. സ്പേം വെയിൽസ് എന്നത് ഒരു പ്രത്യേകതരം തിമിംഗലങ്ങളുടെ വർഗമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സ്പേം വെയിൽസിനായി ഏകദേശം 300 സ്ക്വയർ മൈൽസ് ആണ് കരീബിയൻ ഐലൻഡിന് തൊട്ടടുത്തുള്ള കടൽ പ്രദേശം മാറ്റിയിട്ടുള്ളത്. The tiny Caribbean island of Dominica is creating the world's first marine protected area for one of the Earth's largest animals. ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെ ശ്രീലങ്കയ്ക്കായി സതീര സമരവിക്രമ പുറത്തായ ശേഷം ബാറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ഏഞ്ചലോ മാത്യൂസ് ആണ് ചിത്രത്തിൽ കാണുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായില്ല. എന്താണ് പിന്നീട് സംഭവിച്ചത്? മുൻ വിക്കറ്റ് വീണതിന് 2 മിനിറ്റിനുള്ളിൽ ബാറ്റ് ചെയ്യാൻ തയ്യാറാകാത്തതിനാൽ മാത്യൂസ് ടൈം ഔട്ടായി. 146 വർഷത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത്തരത്തിൽ പുറത്താകുന്ന ആദ്യത്തെ കളിക്കാരനായി ഇദ്ദേഹം മാറി. ഹെൽമറ്റ് പൊട്ടിയതിനാൽ പകരക്കാരനെ കാത്തിരിക്കുകയായിരുന്നു ഇദ്ദേഹം. പക്ഷേ അതിന് ഏറെ സമയമെടുത്തതിനാൽ ബംഗ്ലാദേശ് അമ്പയറോട് ടൈം ഔട്ടിനായി അപ്പീൽ ചെയ്തു. മാത്യൂസ് ഇറങ്ങി നടന്നത് ഏറെ നീരസത്തോടെയാണ്. ഹെൽമറ്റ് നിലത്തേക്ക് എറിഞ്ഞു. മത്സരത്തിൽ ശ്രീലങ്ക തോറ്റതോടെ ലോകകപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്തു. 2 രാജ്യങ്ങൾക്ക് പേര് നൽകിയ ആഫ്രിക്കൻ നദികളുടെ പേരുകൾ പറയാമോ? നൈജർ, കോങ്കോ. നൈജർ നദി 4180 കിലോമീറ്റർ ആണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇത് പശ്ചിമാഫ്രിക്കയിലെ പ്രധാന നദിയാണ്. ഇതിന്റെ ഡ്രെയിനേജ് ബേസിൻ 21,17,700 കിലോമീറ്റർ സ്ക്വയർ ആണ്. രണ്ടാമത്തെ പേരുകാരനായ കോങ്കോ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ നദിയാണ്. ആമസോൺ, ഗംഗാ നദികൾക്ക് ശേഷം ഡിസ്ചാർജ് വോളിയം അനുസരിച്ച് ലോകത്തെ 3ാമത്തെ വലിയ നദിയാണ് കോങ്കോ. 2023 AI സേഫ്റ്റി സമ്മിറ്റ് ബ്രിട്ടനിൽ നടന്നു. AI സേഫ്റ്റി സമ്മിറ്റ് 2024 എവിടെയാണ് നടക്കുന്നത്? സൗത്ത് കൊറിയയിലും ഫ്രാൻസിലുമായിട്ടാണ് ഇത് വെന്യൂ ചെയ്തിട്ടുള്ളത്. 28 countries, including the US and China as well as the European Union, reached a consensus on the need for sustained international cooperation to combat the risk posed by frontier artificial intelligence. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ നിർമ്മാണത്തിലിരിക്കുന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഏത് ഇന്ത്യൻ നഗരത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്?
The crest of Surat depicts the famous lighthouse at അൽഹിറാൻ എന്ന ഗ്യാസ് ഫീൽഡ് കണ്ടെത്തിയതായി ഈയിടെ പത്രങ്ങളിൽ വാർത്തയുണ്ടായിരുന്നു. എവിടെയാണ് ഇത് കണ്ടെത്തിയത്? സൗദി അറേബ്യ. സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണവാതക കമ്പനിയായ സൗദി ആരാംകോ കിഴക്കൻ പ്രവിശ്യയിലെ MT ക്വാർട്ടർ മേഖലയിൽ 2 പുതിയ പ്രകൃതിവാതക പാടങ്ങൾ കണ്ടെത്തി. അൽ ഹിറാൻ, അൽ മഹാക്കിക് എന്നിവയാണവ. ചിത്രത്തിൽ കാണുന്നത് പങ്കജ് അദ്വാനി എന്ന കായിക താരമാണ്. വാർത്തകളിൽ കണ്ട പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്ലിയാർഡ്സ്. പങ്കജ് Advani has clinched the IBSF World Billiards Championship title for 26th time, beating compatriot Saurav Kothari in the final. He is 38 years old. ജസ്റ്റിസ് ഫാത്തിമ ബീവി മലയാളിക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആദ്യ വനിത, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അംഗം, ഗവർണർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ മലയാളി, തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ, കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന 2ാമത്തെ ബഹുമതിയായ കേരള പ്രഭ അവാർഡ് 2023 ലഭിച്ച വ്യക്തി. ജസ്റ്റിസ് ഫാത്തിമ ബീവി നവംബർ മാസത്തിലാണ് അന്തരിച്ചത്. 1992 ഏപ്രിൽ 29 സുപ്രീം കോടതി ജഡ്ജിയായി വിരമിച്ചു. അങ്ങനെ ഇനിയും ഇവിടെ പരാമർശിക്കാത്ത അനേകം ബഹുമതികൾക്കുടമയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ചോദ്യം ഇതാണ്: അനേകം തുടക്കങ്ങൾക്ക് കാരണക്കാരി ആയ ജസ്റ്റിസ് ഫാത്തിമ ബീവി തമിഴ്നാട് ഗവർണർ എന്ന പോസ്റ്റിൽ നിന്നും രാജിവെക്കാനുണ്ടായ കാരണം എന്താണ്? അഴിമതി കേസിൽ പ്രതി ചേർക്കപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കപ്പെട്ട കുമാരി ജയലളിതയെ സർക്കാർ രൂപവൽക്കരിക്കാൻ ക്ഷണിച്ചതിനെ തുടർന്നുണ്ടായ വിവാദമാണ് ഇവരുടെ രാജിയിൽ എത്തിയത്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുകയും കേന്ദ്രം ഗവർണറെ തിരിച്ചു വിളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ തുടർന്ന് ജസ്റ്റിസ് ഫാത്തിമ ബീവി രാജിവെക്കുകയാണ് ഉണ്ടായത്. 2023 വേർഡ് ഓഫ് ദി ഇയർ ആയി കേംബ്രിഡ്ജ് ഡിക്ഷണറി ചൂസ് ചെയ്ത വാക്ക് ഏത്? ഹലൂസിനേറ്റ് എന്ന വാക്കിന്റെ പരമ്പരാഗത നിർവചനം സാധാരണയായി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ചത് കൊണ്ടോ ഇല്ലാത്ത എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ അനുഭവിക്കുകയോ മണക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉപകരണങ്ങളായ ChatGPT, Bard, Grok എന്നിവയിൽ ഈ വർഷം താല്പര്യം വർദ്ധിച്ച സാഹചര്യത്തിൽ AI-യുടെ പരിമിതികളിലേക്കും അവ മറികടക്കാനാവുമോ എന്നതിലേക്കും പൊതുജന ശ്രദ്ധ മാറുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഹലൂസിനേഷൻ എന്നതിന്റെ പുതിയ അർത്ഥതലം വരുന്നത്. ഇല്ലാത്തവയെ തോന്നിപ്പിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരെന്ന് തോന്നുന്ന തരത്തിൽ ഭാഷ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് പോലെയുള്ള ഇവ തെറ്റായ വിവരങ്ങൾ, ഭ്രമാത്മകമായ വിവരങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഹലൂസിനേഷൻ. ഒരു ഡയപ്പർ മാത്രം ധരിപ്പിച്ച കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രീതിയാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഇത് കുഞ്ഞിന് ഊഷ്മളത നൽകും. അവർ നിങ്ങളുടെ നഗ്നമായ നെഞ്ചിനോട് നേരെ ചേർന്ന് വിശ്രമിക്കുന്നു. ഇത് ചർമ്മത്തിൽ നിന്നും ചർമ്മത്തെ ബന്ധപ്പെടാൻ അനുവദിക്കുന്നു. ഇത്തരത്തിലുള്ള സ്നേഹസ്പർശം നമ്മളെയും കുഞ്ഞിനെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേകതരം അനുഭവമാണ്. ഇതിന് വൈദ്യശാസ്ത്രപരമായ അനേകം ഗുണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് കുറഞ്ഞ ഭാരമുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മാസം തികയാതെ ജനിച്ച പ്രിമച്വർ ബർത്ത് ആയ കുഞ്ഞുങ്ങൾക്ക്. ഈ രീതിക്ക് പറയുന്ന പേരെന്താണ്? കെയർ. നവംബർ 7 വേൾഡ് പ്രീമച്യൂരിറ്റി ഡേ. ഈ വർഷത്തെ ഗ്ലോബൽ തീം എന്തായിരുന്നു? സ്മോൾ ആക്ഷൻസ്, ബിഗ് ഇമ്പാക്ട്. ഇമ്മീഡിയറ്റ് സ്കിൻ ടു സ്കിൻ കെയർ ഫോർ എവറി ബേബി എവരിവെയർ. കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി പരാമർശിച്ച
കങ്കാരു കെയറുമായി ബന്ധപ്പെട്ട ഒരു തീമായിരുന്നു ഇത്തവണത്തെ വേൾഡ് പ്രിമച്യൂരിറ്റി ഡേയുടെ ഗ്ലോബൽ തീമായി ചൂസ് ചെയ്തിരുന്നത്. ഐറിഷ് എഴുത്തുകാരൻ പോൾ ലിഞ്ച് 2023 ബുക്കർ സമ്മാനം നേടി. ഇതിനർഹമായ നോവലിന്റെ പേരെന്ത്? പ്രൊഫറ്റ് സോങ്. സ്വേച്ഛാധിപത്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു സാങ്കല്പിക ഐലൻഡിന്റെ പശ്ചാത്തലത്തിൽ അതിനെ നമ്മുടെ നിലവിലെ നിമിഷത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ ഉത്കണ്ഠകൾ പിടിച്ചെടുക്കുന്ന, ആത്മാവിനെ തകർക്കുന്നതും യഥാർത്ഥവുമായ നോവൽ എന്ന് ജഡ്ജിംഗ് ചെയർ ഈ നോവലിനെ വിശേഷിപ്പിച്ചു. ഒരു ചെസ് കളിക്കാരന് നേടാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന പദവി അല്ലെങ്കിൽ റാങ്കിംഗ് ആണ് ഗ്രാൻഡ് മാസ്റ്റർ. ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ മറ്റ് ചെസ് ടൈറ്റിലുകളും നൽകുന്നത് ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ആണ്, FIDE. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ടുള്ള അന്താരാഷ്ട്ര ഗെയിമിന്റെ ഭരണസമിതിയാണ് FIDE. ചോദ്യം ഇതാണ്: ഫോർത്ത് EL ലിയോബ്രിഗേറ്റ് ഓപ്പണിൽ 2500 അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷൻ റാങ്കിംഗ് പോയിന്റുകൾ മറികടന്ന് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ചിത്രത്തിൽ. ഇവരെ തിരിച്ചറിയുക. വൈശാലി രമേഷ് ബാബു. She is the only third Indian woman player to achieve the title, besides Koneru Hampi and Harika Dronavalli. Vaishali and her younger brother Ramesh Babu Pragnananda have become the first ever Grandmaster brother-sister duo in history. കഴിഞ്ഞ ക്യൂസുകൾ പരാമർശിച്ച ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് വൈശാലി രമേഷ് ബാബു. നെതർലൻഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് ഗീർട്ട് വിൽഡേഴ്സ് ആണ്. എന്നാൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചർച്ചകൾക്ക് കുറച്ച് സമയമെടുത്തിരുന്നു. ഗീർട്ട് വിൽഡേഴ്സ് ഏത് പാർട്ടിയുടെ നേതാവാണ്? PVV. വൈൽഡേഴ്സ് വാർത്തകളിൽ കൂടുതലായി ഇടം പിടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കുടിയേറ്റ വിരുദ്ധതയ്ക്കും ഇസ്ലാം വിമർശനത്തിനുമാണ്. അതേപോലെ യൂറോസെപ്റ്റിസിസം അദ്ദേഹം പുലർത്തുന്ന മറ്റൊരു നയമാണ്. യൂറോസെപ്റ്റിസിസം അഥവാ EU സെപ്റ്റിസിസം എന്നൊക്കെ ഉച്ചരിക്കപ്പെടുന്നത് യൂറോപ്യൻ യൂണിയന്റെയും യൂറോപ്യൻ ഏകീകരണത്തിന്റെയും വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനെയാണ് ഇങ്ങനെ പറയുക. ഇതിന്റെ വക്താവായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളികളിൽ ഒന്ന് അന്റാർട്ടിക് ജലത്തിനപ്പുറത്തേക്ക് നീങ്ങുന്നു എന്നത് വലിയൊരു വാർത്തയായിരുന്നു. 1986 അന്റാർട്ടിക്കയിൽ നിന്ന് പൊട്ടിത്തെറിച്ച ഭീമാകാരമായ മഞ്ഞുമല പതിറ്റാണ്ടുകളായി കടൽ തീരത്ത് കുരുങ്ങിയതിനു ശേഷം ഒടുവിൽ മഞ്ഞു മൂടിയ ഭൂഖണ്ഡത്തിൽ നിന്ന് നീങ്ങുകയാണ്. ഏത് പേരിലാണ് ഇതറിയപ്പെടുന്നത്? A. ന്യൂയോർക്ക് നഗരത്തെക്കാൾ 3 ഇരട്ടി വലിപ്പമുണ്ട് ഈ മഞ്ഞുമലയ്ക്ക് എന്ന് കണക്കുകൾ പറയുന്നു. ഏകദേശം 4000 സ്ക്വയർ കിലോമീറ്റർ. ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ 2023 is പ്രശസ്ത ഫുട്ബോളർ ആയിരുന്ന ജോർജ് വേളിനെ പരാജയപ്പെടുത്തി ജോസഫ് ബൊക്കാക്കെ ഈ രാജ്യത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറ്റലിയെ പുരാതന നഗരമായ പോംപെയെ പരാജയപ്പെടുത്തി 8ാമത്തെ വണ്ടർ ഓഫ് ദി വേൾഡ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം. അങ്കോർ വാട്ട് 12ാം നൂറ്റാണ്ടിൽ സൂര്യവർമ്മൻ രാജാവ് പണികഴിപ്പിച്ച ദേവാലയമാണ് അങ്കോർ വാട്ട്. ഇതിന്റെ ചുവരുകളിൽ സങ്കീർണമായ കൊത്തുപണികളുണ്ട്. ഹിന്ദു ബുദ്ധ പുരാണങ്ങളിൽ നിന്നും ഉള്ള കഥകളാണ് ഇവിടെ കൊത്തിയെടുക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി GK സ്ലൈസസ് മന്ത്ലി റൗണ്ട് ഓഫ് ക്വിസ് നവംബർ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്കാവും വിധം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. താങ്ക്